ഹായ്, നമ്മളിലെ ഭൂരിഭാഗം പേരും ഇപ്പോൾ പുതിയ ടാക്സ് റെജിം, അതായത് ന്യൂ ടാക്സ് റെജിമിലേക്ക് മാറിക്കഴിഞ്ഞു. പലരുടെയും ധാരണ പുതിയ ടാക്സ് റെജിമിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ടാക്സ് പോലും ലാഭിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? എന്നാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 അനുസരിച്ച് ഒരു ശമ്പള വരുമാനക്കാരന് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടാതെ 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് മൊത്തമായിട്ട് ടാക്സ് എക്സംഷനും ലഭിക്കും. അതായത് 12,75,000 രൂപ വരെ വരുമാനമുള്ള ഒരാൾക്ക് 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട എന്നർത്ഥം. എന്നാൽ ഈ 12,75,000 കൂടുതൽ വരുമാനമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ടാക്സ് ലാഭിക്കാൻ സാധിക്കുന്ന 6 കിടിലൻ സ്ട്രാറ്റജികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജി നമ്പർ 1ഉം 2ഉം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം വഴിയുള്ള റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തേത് EPF അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ആണ്. സാധാരണയായി ഒരു സാലറിയുടെ എംപ്ലോയി ഒരു മാസം 1,800 രൂപയാണ് EPF-ലേക്ക് മാറ്റിവെക്കാറുള്ളത്. അതിന് പകരം നിങ്ങളുടെ ബേസിക് സാലറിയുടെ 12% പൂർണ്ണമായിട്ടും EPF-ലേക്ക് മാറ്റിവെക്കാൻ നിങ്ങളെ എംപ്ലോയറോട് ആവശ്യപ്പെടുക. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബേസിക് സാലറിയുടെ 12% അടയ്ക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തില്, നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തില് കൂട്ടുകയേ ഇല്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. രണ്ടാമത്തെ വഴി കോർപ്പറേറ്റ് NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം ആണ്. പുതിയ ടാക്സ് ലോ പ്രകാരം നിങ്ങളുടെ എംപ്ലോയറോട് നിങ്ങളുടെ ബേസിക് സാലറിയുടെ 14% വരെ കോർപ്പറേറ്റ് NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഈ 2 വഴികളിലൂടെയും നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ പേരിൽ നടത്തുന്ന 7.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഇത് നിങ്ങളുടെ ഭാവി സമ്പാദ്യവും വർദ്ധിപ്പിക്കും, വലിയൊരു തുക ടാക്സിനെതിരെ ലാഭിക്കാനും സാധിക്കും. മൂന്നാമത്തെ സ്ട്രാറ്റജി സ്മാർട്ട് ഗിഫ്റ്റിംഗ് ആണ്. നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് ഭർത്താവിന്റെയോ ഭാര്യയുടെ പേരിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടും. ഇൻകം ടാക്സ് ലോയില് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നുള്ള നിയമപ്രകാരം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന FDയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം നിങ്ങളുടെ തന്നെ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ടാക്സ് നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വന്നേക്കാം. ഇതിന് പകരമായിട്ട് നികുതി സ്ലാബ് കുറഞ്ഞ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലോ 18 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ മക്കളുടെ പേരിലോ ഒക്കെ ഈ FD ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിങ്ങളുടെ ഇൻകവുമായിട്ട് ക്ലബ്ബ് ചെയ്യില്ല, നിങ്ങളുടെ ഇൻകത്തിന്റെ കൂടെ അത് കൂട്ടില്ല എന്നർത്ഥം. ഇതുവഴി നിയമപരമായി തന്നെ നിങ്ങൾക്ക് ടാക്സിനെതിരെ വലിയൊരു എമൗണ്ട് ലാഭിക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ സ്ട്രാറ്റജി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻകം ടാക്സ് ലോ പ്രകാരം വിവാഹ സമയത്ത് ലഭിക്കുന്ന പണത്തിനോ സ്വർണത്തിനോ മറ്റു വല്ല ആസ്തികൾക്കോ ഒരു പരിധിയുമില്ലാതെ 100% ടാക്സ് ഇളവ് ലഭിക്കും. അത് എത്ര വലിയ തുകയാണെങ്കിലും അതിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. കല്യാണത്തിന് ശേഷം നിങ്ങൾ വലിയൊരു തുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആനുകൂല്യം കൃത്യമായി ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വിവാഹ സമയത്തുള്ള ഫോട്ടോസ്, വീഡിയോസ്, നിങ്ങൾക്ക് സമ്മാനം തന്ന ആളുകളുടെ ലിസ്റ്റ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് ഇൻകം ടാക്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തെളിവായിട്ട് ഹാജരാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ സ്ട്രാറ്റജി മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ഇതിനെ ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. പുതിയ ഇൻകം ടാക്സ് ലോ പ്രകാരം ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 1 വർഷത്തേക്കാളേറെ നിക്ഷേപിച്ചിട്ടുള്ള ഷെയറുകൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം, അത് 1,25,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാ വർഷവും മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായി 1,25,000 രൂപ വരെ ലാഭം വരുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളോ ഷെയറുകളോ വിറ്റ് ആ ലാഭം എടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതേ തുകയ്ക്കുള്ള അതേ ഷെയറുകൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതുവഴി 1 രൂപ പോലും ടാക്സ് അടയ്ക്കാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ കോസ്റ്റ് ബേസിസ് ഉയർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ പണം പിൻവലിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇനി ആറാമത്തെയും അവസാനത്തെയും ആയ സ്ട്രാറ്റജി, നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ഇൻകത്തിന് പുറമെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലോ, നിങ്ങൾക്കൊരു ട്യൂഷൻ ഇൻകമോ, നിങ്ങൾക്കൊരു ഫ്രീലാൻസർ ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഇൻകമോ, നിങ്ങളൊരു കൺസൾട്ടിങ് ഏജൻസിയോ കൺസൾട്ടന്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഇൻകമോ, അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് ഇൻകങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പുതിയ ടാക്സ് സ്കീം പ്രകാരം പ്രിസംറ്റീവ് ഇൻകത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൽ 50% മാത്രമേ, നിങ്ങളുടെ വരുമാനത്തിന്റെ 50% മാത്രമേ നിങ്ങൾ ടാക്സ് കണക്ക് കൂട്ടി അടയ്ക്കേണ്ടതുള്ളൂ.
ബാക്കി പകുതി തുക നിങ്ങളുടെ ചെലവുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതൊരു ബിസിനസ്സായി പരിഗണിക്കുകയാണെങ്കിൽ ബിസിനസ്സിനകത്ത് വരുന്ന എക്സ്പെൻസുകൾ, നിങ്ങളുടെ ഇന്റർനെറ്റ് ബില്ലുകൾ, നിങ്ങളുടെ ലാപ്ടോപ്പ് വാങ്ങാനുള്ള പൈസ, അതിന്റെ റിപ്പയറിങ്, നിങ്ങൾക്കൊരു എഡിറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, നിങ്ങൾ ഒരാളെ ജോലിക്ക് നിർത്തിയാണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി, അങ്ങനെ നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പെൻസുകളെല്ലാം എഴുതിയതിനു ശേഷം വരുന്ന പ്രോഫിറ്റിൽ മാത്രം ടാക്സ് കണക്ക് കൂട്ടിയാൽ മതിയാവും. അപ്പോ ഈ 2026-27 ടാക്സ് ഇയറിൽ വരാൻ പോകുന്ന ഇൻകങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ 6 സ്ട്രാറ്റജികളിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഏതാണോ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നത് അത് പ്രകാരം ഇപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.